മാർച്ച് 10 തിങ്കളാഴ്ച അമലക്കി ഏകാദശിയാണ്. പേരൊന്നും കേട്ട് നമ്മൾ പേടിക്കണ്ട കേട്ടോ. അമല കേശത്തേൽ എന്നൊക്കെ, അതായത് നെല്ലിമരത്തിന് പ്രാധാന്യമുള്ളൊരു ഏകാദശിയാണത്. പിന്നെ അതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, തിരുനാവായ ഏകാദശി എന്നും കൂടെ പേരുണ്ട്. അപ്പോൾ ഈ ഏകാദശിയുടെ പ്രത്യേകത, നമ്മൾ മഹാവിഷ്ണുവിനെയും നമ്മുടെ ലക്ഷ്മി ദേവിയും ഒക്കെ നമ്മൾ സ്തുതിക്കുന്നത് പോലെ നെല്ലിമരത്തിനെയും കൂടെ പൂജ ചെയ്യണമെന്നാണ്. നെല്ലിക്ക കഴിച്ചാൽ വിറ്റാമിൻ സിയും അതിനിങ്ങനെയുള്ള ഗുണങ്ങളും ഒക്കെ നമുക്കറിയാം. ഷുഗർ പേഷ്യൻസിനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പം ഇപ്പോൾ അഥവാ നെല്ലിമരം ഇല്ല പൂജ ചെയ്യാനുണ്ടെങ്കിൽ ഒരു നെല്ലിക്ക എടുത്തിട്ട് അത് പൂജ ചെയ്യുക, സങ്കല്പിച്ചുകൊണ്ട് നെല്ലിമരമാണെന്ന്. പിന്നെ ഈ നെല്ലിക്ക ഉണ്ടല്ലോ, നെല്ലിക്ക വിളക്ക് കൊളുത്താം. ആ നെല്ലിക്ക വിളക്ക് കൊളുത്തിട്ട് നമ്മൾ ആ നെല്ലിക്ക ഭക്ഷിക്കുക. അത് ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഏകാദശിയാണിത്. ആരോഗ്യമാണെങ്കിലും നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യമൊന്നും നോക്കണ്ട കേട്ടോ. നമ്മുടെ വ്രതം അതേപടി ഏത് വിധത്തിലാണോ നമ്മൾ ആചരിക്കുന്നത് അത് ആചരിക്കുക. കാരണം എല്ലാ പ്രാവശ്യവും നമ്മൾ പറയുന്നതും എല്ലാ മാസവും നമ്മൾ ആചരിക്കുന്നതാണത്. വളരെ പിന്നെ നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്താണെന്നറിയാലോ, നമ്മൾ ഭഗവാനിൽ മനസ്സർപ്പിക്കുക. പിന്നെ ശുദ്ധി, എല്ലാ ശുദ്ധിയും നമ്മൾ നോക്കണം. മനഃശുദ്ധി, വാക്ശുദ്ധി, ആഹാരശുദ്ധി, ഇത് മൂന്നും. തിങ്കളാഴ്ചയാണ് ഏകാദശി എന്ന് പറഞ്ഞു. ഹരിവാസര സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ 1:45 മുതൽ ഉച്ചയ്ക്ക് 1:52 വരെയാണ്. ഈ സമയത്ത് പരമാവധി ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഇതിനെക്കുറിച്ച് പല കഥകളും ഉണ്ട്. അതായത് ഒരു വത്സൻ എന്ന് പറഞ്ഞ ഒരു രാജാവിന് എല്ലാം നഷ്ടമായി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ശത്രുക്കളെല്ലാം കീഴടക്കി, പത്നിയെ മാത്രമേ കിട്ടുകയുള്ളൂ. എന്നിട്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ പോയി, എവിടെയാണ് താമസിക്കേണ്ടതെന്ന് അറിയില്ല, ഒരിടത്ത് പോയി താമസിക്കാനായിട്ട് ചെന്നു. അത് വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വസിഷ്ഠ മഹർഷി കുറേ നാളുകളായി കാണുന്നു. ഒരു ദിവസം ഇദ്ദേഹത്തോട് ചോദിച്ചു, വത്സരാജാവിനോട് ചോദിച്ചു, ഇതെന്താണ് കുറേ നാളായാലോ ഇവിടെ താമസിക്കുന്ന, ഇവിടുന്ന് പോകാത്തത് എന്താണെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, എനിക്കങ്ങനെ ഒരു സ്ഥലമേ ഇല്ല, പത്നി ഒഴിച്ച് ബാക്കിയെല്ലാം നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞു. അന്നേരം ഉടനെ തന്നെ ഈ ഏകാദശി നോക്കാൻ പറഞ്ഞു. ഏകാദശി നോക്കുന്നത് തന്നെയല്ല, ഈ ദ്വാദശി ഉണ്ടല്ലോ, നരസിംഹ ദ്വാദശിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നരസിംഹ ദ്വാദശിയും കൂടെ നോക്കിക്കഴിയണം. അതുപോലെ തന്നെ പൂയ നക്ഷത്രം, ഇത് മൂന്നും കൂടെ വന്നാൽ വളരെ വിശേഷമാണെന്നാണ് പറയുന്നത്. കാരണം സ്വന്തം ഭക്തന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നയാളല്ലേ നമ്മുടെ നരസിംഹമൂർത്തി. അപ്പോഴതുകൊണ്ട് ഈ വ്രതം നമ്മളെല്ലാവരും വളരെ നോക്കുക.